വയനാട് പുനരധിവാസ വിഷയത്തിൽ അനാവശ്യമായി രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് പുനരധിവാസത്തിൽ ആർക്കും ആശങ്ക വേണ്ട. ഇപ്പോൾ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. സർക്കാരിന്റെ മാനദണ്ഡങ്ങളിൽ ആർക്കും തർക്കമില്ല. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നതിലാണ് പരാതി. ഇപ്പോൾ വിഷയം പൂർണ്ണമായും DCMAയുടെ അധികാരത്തിലാണെന്നും സർക്കാർ ഇടപെടേണ്ട ഘട്ടമായിട്ടില്ലെന്നും അന്തിമ ലിസ്റ്റ് വന്നാൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അർഹതയുണ്ടായിട്ടും 3 ലിസ്റ്റിലും ഉൾപ്പെടാതെ ആരും പോകില്ല എന്നും ഈ മാസം ടൗൺഷിപ്പ് പ്രവർത്തനം ആരംഭിക്കുമെന്നും നിയമസഭ കഴിഞ്ഞാലുടൻ അതിലേക്ക് കടക്കുമെന്നും മന്ത്രി അറിയിച്ചു. എന്തുകൊണ്ടാണ് സർക്കാർ തന്നെ നേരിട്ട് ലിസ്റ്റ് തയ്യാറാക്കാത്തത്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി അധികാരിയാണ്. ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അവർക്കാണ് ഗവൺമെന്റ് ഉത്തരവിലൂടെ അധികാരം കൊടുത്തത്. ആ കരട് പൂർത്തീകരിച്ച് അവർ ലിസ്റ്റ് അവസാനിപ്പിക്കട്ടെ. അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ മാനദണ്ഡങ്ങളിൽ, ഈ പറയപ്പെട്ട 3 മാനദണ്ഡങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടായിട്ടും അർഹതപ്പെട്ടിട്ടുണ്ടായിട്ടും ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടില്ല. അർഹമായ ഒരാളുണ്ടെങ്കിൽ, ഈ 3 മാനദണ്ഡങ്ങൾക്ക് അകത്തായ ഒരാൾ ഏതോ സാങ്കേതിക കിളവയ്ക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഒമിറ്റ് ചെയ്തു പോയ ആളുകൾ, നിങ്ങൾ അതാണല്ലോ ഇപ്പോൾ സൂചിപ്പിച്ചത്, ചില ഭാഗങ്ങളിലേക്ക് ഈ മാനദണ്ഡങ്ങളിൽ പെട്ടിട്ടും ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നാൽ ആ പരാതി സർക്കാർ നോക്കും. സർക്കാർ പ്രഖ്യാപിച്ച കൃത്യതയ്ക്കകത്ത് എല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ. പുനരധിവാസത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഈ ചാനൽ മലപ്പുറം ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.